ത്തിന്റെ സങ്കടം ബോധ്യപ്പെടുത്തണം എന്നല്ല, പാകമായി ഇരുത്തി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം. ആ ഭക്ഷണത്തിൽ ഒരു ഭാഗം മാത്രമേ പറ്റൂ, അതിന് ഇന്ന പരിച്ചത് പറ്റൂല എന്നൊന്നും വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷെ അതൊരിക്കലും പവറിന് വേണ്ടിയാവരുത്, പത്രാസിന് വേണ്ടിയാവരുത്, വേർതിരിവ് കാണിക്കാൻ വേണ്ടിയാവരുത്. ക്ഷണിക്കപ്പെടുന്ന വരുന്ന നാട്ടുകാർക്കും ക്ഷണിച്ചു വരുന്ന മറ്റുള്ളവർക്കും രണ്ട് തരത്തിലായാൽ പോലും ചോദ്യം ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്ത് പോലും നമ്മൾ ആ കാര്യം അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ദീനിന്റെ കാര്യമാണോ, ആ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണെങ്കിൽ മനുഷ്യരെ ദീനിൽ നിന്നും ആ ആചാരങ്ങളും ആഘോഷങ്ങളും അകറ്റിയിട്ടുണ്ട്. ഇന്നും ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാത്ത ഉമ്മയോട് സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ ബർത്ത്ഡേ മുട്ടായി വാങ്ങിത്തുന്ന മക്കൾക്ക് തിരിച്ച് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ പോലും മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നതിനേക്കാളും ഗംഭീരമായ ആഘോഷത്തിന്റെ മുട്ടായികൾ കൊടുക്കണം എന്ന കുഞ്ഞു മനസ്സിൽ പോലും തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റൂല. പടച്ചോന്റെ ദീനിൽ നിങ്ങൾ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തിന്മ ഈ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടും. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഈ ഉമ്മത്തിനോട് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകം എന്ന ക്രൂരതയല്ല, അതിനേക്കാളും വലിയ ക്രൂരതയാ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു ഫിത്നയുണ്ടാക്കുക എന്നുള്ളത്. ആ ഫിത്നയാ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്നവർ ഇനിയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം, പലരും കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ഇന്ന് അത് എത്രമാത്രം എത്തി എന്നുള്ളതിന്റെ ദാരുണമായ ഒരു വശമായിരുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലുള്ള ഒരു 19 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത്. വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അണിഞ്ഞൊരുങ്ങി ഭർത്താവിനോടൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും ആ പെൺകുട്ടിയുടെ നിറത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഒരുക്കാനുള്ള സർവ്വ ഭംഗിയോടെയും ആ പെൺകുട്ടിയെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കിയിരുന്നു. അവസാനം കഴുകിക്കളഞ്ഞ ഭാര്യ എനിക്ക് പോരാത്തവളാണെന്ന് ആ ദുഷ്ടനായ മനുഷ്യന് തോന്നിത്തുടങ്ങി. പിന്നീട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റായി. ആഭരണങ്ങൾക്ക് കുറ്റം, ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റം. ഈ കുറ്റങ്ങളൊക്കെ വന്നത് നിറത്തിന്റെ പേരിലാണെങ്കിൽ അതേ നിറം കണ്ണുകൊണ്ട് കണ്ടുറപ്പിച്ചിട്ടും അതേ നിറം ആസ്വദിപ്പിക്കുന്ന വേഷം കെട്ടി കല്യാണത്തിന്റെ പന്തലിൽ തന്റെ ഭാര്യ അണിച്ചൊരുക്കിയിട്ടും അവസാനം കഴുകിക്കളഞ്ഞ അതേ നിറത്തിന്റെ പേരിൽ ഒരു സാധു പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, 1400 വർഷങ്ങൾക്ക് മുൻപ് ചായം തേക്കല്ലേ, നിങ്ങൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടല്ലേ, അത് നിങ്ങളെ അബദ്ധത്തിലെത്തിക്കും. ചിന്തിച്ചു നോക്കൂ, ആ മരണവും ഇന്നത്തെ വിവാഹ രംഗത്തുള്ള ആഭാസത്തെ ആഘോഷങ്ങളും ചേർത്ത് വായിക്കപ്പെടേണ്ടതാ. ആരാണ് കുറ്റവാളികളെന്ന്, എങ്ങനെയാണ് ഈ സമൂഹം എത്രത്തോളം ആഘോഷത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ രംഗത്തും, വൈവാഹിക രംഗത്ത് പോലും ആളുകൾ തിന്മകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ പറയാറുണ്ട്, പണ്ടുകാലത്തൊക്കെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരും കുടുംബക്കാരും ഒക്കെ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിന് മുന്നിലുണ്ടാകുമായിരുന്നു. ഓരോരുത്തരും കല്യാണ തലേന്നേ ലിസ്റ്റ് ഇട്ട് വെക്കും. അച്ചാർ ഓൻ കൊടുക്കണം, പപ്പടം ഓൻ കൊടുക്കണം, ചോറ് കഴിവുള്ള ശേഷം തണ്ടും തടിയുള്ള ഓൻ കൊടുക്കണം, കറി ഇന്നോനൊഴിക്കണം, 2 കൂട്ടർ ആ ഭാഗം നോക്കണം, 4 കൂട്ടർ ഈ ഭാഗം നോക്കണം. ഇന്നോ കയറി വരുന്നവർ പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന എത്ര കല്യാണങ്ങളുണ്ട്. വിവാഹത്തിന് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്ത വാപ്പാര് പോലും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന ഗതികേടിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്ന പോലെ സർവ്വ മതങ്ങളിലെയും കല്യാണങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലേ. മനം മടുത്തിട്ടും വെറുപ്പോടെയും മക്കളെ കുട്ടി വന്നിട്ടും ഒരു നല്ല ഭക്ഷണം കിട്ടാതെ ഇറങ്ങിപ്പോകുന്നവരെത്ര. വിവാഹത്തലേന്ന് കയറി ചെല്ലുമ്പോ വിവാഹത്തിന്റെ വീട്ടുകാരൻ പോലും 50,000 ഉറപ്പിച്ചു കൊണ്ടുവന്ന ഗാനമേള ട്രൂപ്പിന്റെ കൂടെ തുള്ളിച്ചാടി കാണുന്നത് കണ്ട് അവസാനം ഭക്ഷണ ഹാളിലേക്ക് ചെന്നിട്ടും ഒരു പരിഗണനയും കിട്ടാതെ തിരിച്ചു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കുന്നത്, നന്മകളല്ല. നന്മകൾ ആളുകൾക്ക് താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നന്മയോട് സാമീപ്യം തേടുന്ന ഒരു മനസ്സ് ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹത്തിന്റെ അന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തിനാപ്പം അങ്ങനെ വന്നോല് നിസ്കരിച്ചു പോയിക്കോട്ടെ, വരുന്നേക്ക് നിസ്കരിച്ചോട്ടെ എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തിന്മകളാ നമ്മളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതും അങ്ങനെയാ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇസ്ലാം വിവാഹം അല്ലെങ്കിൽ ആ വൈവാഹിക രംഗം നിങ്ങൾ ഏറ്റവും സങ്കടകരമായ വീർപ്പുമുട്ടലിന്റെ ഒരു പ്രയാസത്തിന്റെ വിരഹത്തിന്റെ വേദിയാക്കണം എന്നല്ല. കുട്ടികൾ കളിക്കാം, പാട്ടുപാടാം, കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഒരു പക്ഷേ കൈകൊട്ടിയിട്ട് ഒരു പാപ്പളപ്പാട്ട് പാടാം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടാം. പക്ഷേ ഇതൊന്നും കുടുംബത്തിൽ നടക്കാതെ കുടുംബക്കാർ ക്ഷണിച്ചത് നേരത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകുകയും പിന്നീട് ഏതോ നാട്ടുകാർ വന്ന് കുടുംബത്തിൽ തുള്ളിക്കളിച്ച് ആഘോഷിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഓരോ കല്യാണങ്ങളിലും എത്രമാത്രം പടച്ചറബിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഓരോ ആളുകളും നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കണം. സാമൂഹിക സാംസ്കാരിക